ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ അടിപൊളി വീഡിയോ. സോ ഇന്ന് നമുക്ക് വീക്ക്ലി എക്സാം 5 ആയിരുന്നു. സോ രാവിലെ കുറച്ച് ലേറ്റായി എണീച്ചപ്പോൾ ഒരു 7 മണിയൊക്കെ ആയി. സാധാരണ ഞാൻ കുറച്ച് നേരത്തെ എണീക്കലുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ജിമ്മിലൊന്നും പോകണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ച് താമസിച്ചാണ് എണീച്ചത്. രാവിലെ തന്നെ നമുക്ക് ഓട്സ് ആയിരുന്നു കഴിക്കാനായിട്ട്. ഞാൻ നേരെ അത് എടുത്തുകൊണ്ട് വന്ന് കുറച്ച് ക്ലാസ്സൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇന്നത്തെ എക്സാമിൻ്റെ ബയോളജി ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ക്ലാസ് കണ്ടിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ക്ലാസ് കണ്ട് പഠിക്കുമ്പോൾ പെട്ടെന്ന് ക്ലിക്കാവും. സോ ഞാൻ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. പിന്നെ ഞാൻ ഈ സംസാരിക്കുമ്പോൾ എനിക്കിടയ്ക്ക് ഇങ്ങനെ കോഴിക്കോട് ഭാഷയൊക്കെ കയറി വരും. അത് കുറച്ച് നാൾ ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഇതാണ്. പ്രോപ്പർ ഒരു ആലപ്പുഴ ഭാഷയിൽ നിന്ന് ഞാൻ കുറച്ച് വ്യതിചലിച്ച് വേറെ ഭാഷകളിലോട്ട് ഇങ്ങനെ കടന്നു കയറ്റം ഉണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. എന്നോട് കുറച്ച് പേര് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. സോ നമ്മൾ നേരെ നമ്മുടെ ഫ്രണ്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അവൾ എല്ലാ ആഴ്ചയും കായംകുളത്തു നിന്ന് വന്നിട്ടാണ് നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ആലപ്പുഴയ്ക്ക് വരുന്നത്. സോ അത്രയും ഡെഡിക്കേറ്റഡ് ഉള്ള പേഴ്സണെ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. എൻ്റെ ഉമ്മ ഞാൻ വീഡിയോ എടുക്കുന്നിട്ട് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ആദ്യനെ പോയി വിളിച്ചുകൊണ്ട് വരാം. ആദ്യത്തെ എക്സാം എഴുതാൻ വേണ്ടി മാത്രം കായംകുളത്തുനിന്ന് ആലപ്പുഴ വരെ വന്നിട്ടുണ്ട്. എല്ലാ ആഴ്ചയും വരുന്നുണ്ടെങ്കിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗേളാണ്. ആൾക്ക് കാറ്റാടി കാണണം എന്ന് ഒരേ നിർബന്ധം. അങ്ങനെ വരുന്ന വഴിക്ക് അവളെ കാറ്റാടിയും കാണിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി റെഡിയായി ഫുഡും കഴിച്ച് എക്സാമിന് ഇറങ്ങി. നമുക്ക് മാതാ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു എക്സാം. ആലപ്പുഴക്കാർക്ക് അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെയാണ് ഈ സ്കൂൾ ഞാൻ നേരത്തെ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അടിപൊളി സ്കൂളാട്ടോ. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. സൂപ്പർ. നമ്മുടെ മറ്റേ നീറ്റ് ആസ്പിറൻസിനോട് മോക്ക് എക്സാം എഴുതേണ്ടതിൻ്റെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കോ? മോക്ക് എക്സാം എഴുതുന്നത് നല്ലതാണ്, എക്സ്പീരിയൻസ് ഉണ്ടാവും. എന്ത് എക്സാം കാണുമ്പോഴത്തേക്ക് ആ ഞെട്ടൽ കുറച്ച് കുറഞ്ഞു കിട്ടും. ചില എഴുതാൻ പറ്റുള്ളൂ, പഠിച്ചാലേ എഴുതാൻ പറ്റുള്ളൂ. ബൈ ബൈ. ഓക്കെ. ഇങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ശരി, ബൈ.